ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ കൂന്തൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 2 സവാള, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായി ഇടാൻ പോകുന്നത് സവാള. 2 വലിപ്പമുള്ള സവാളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ 2 സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ തന്നെ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വാട്ടിയെടുക്കാം. ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ് എല്ലാം കൂടി നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി, പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി ഇട്ട് വാട്ടി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമുക്ക്. അതിന് ശേഷം നമ്മൾ കളർ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ കാശ്മീരി മുളക് നമ്മൾ ഇടാറ്, കാശ്മീരി മുളക് ഇല്ല, അതുകൊണ്ട് നമ്മൾ കളർ പൊടി യൂസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. പിന്നെ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കറി മസാല 1 സ്പൂൺ, 2 സ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരിക്കുള്ള ഒഴിച്ചാൽ മതി കേട്ടോ, അധികം ഒഴിക്കരുത്. എല്ലാം ഒന്ന് പരുവത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കഴുകി വെച്ച് കൂന്തൽ ഇട്ട് കൊടുക്കുക. കൂന്തലിൽ നിന്ന് തന്നെ ഒന്നായി വെള്ളം ഇറങ്ങുമല്ലോ, നമ്മൾ കഴുകി വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങും, അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിക്കരുതെന്ന് പറയണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സവാള വാടിയ സമയത്ത് 1 സ്പൂൺ ഇട്ടു. അപ്പോൾ നമ്മൾ കൂന്തലിട്ടതിന് ശേഷം 1/2 സ്പൂണും കൂടി ഇട്ടു. അപ്പോൾ കറക്റ്റ് പാകമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അപ്പോൾ നമ്മതേ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പരുവത്തിനാണെങ്കിൽ നമ്മൾ ഈ പരുവത്തിന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി, ചെറിയ ചാറോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ചാറോട് കൂടി തന്നെ എടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി വെറ്റണമെങ്കിൽ നമ്മൾ വെറ്റിയിട്ട് നന്നായി വെറ്റിച്ചിട്ട് നമുക്ക് എടുക്കാം, ഗ്രേവി പോലെ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.